എന്ന് മാത്രം ഇപ്പോൾ താൽക്കാലികമായി സൂചിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഈശ പറഞ്ഞതുപോലെ ക്രിസ്തീയ പണ്ഡിതന്മാർ ദൈവവചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് എന്നുള്ള ഭാഗത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. എന്റെ ചോദ്യം നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയമായ യേശു ദൈവപുത്രനോ ദൈവമോ എന്നുള്ളതിന് വചനത്തിൽ തെളിവുണ്ടോ എന്നുള്ളതിന് ഉത്തരമായിട്ടാണ് അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് ഞാൻ സീക്ക് ചെയ്യുന്നത്. അനാദികാലം മുതലേ യേശു ദൈവപുത്രനാണോ എന്ന് വചനത്തിൽ ഉണ്ടോ എന്ന് കുറച്ചു മുമ്പ് ചോദിച്ചു. അനാദികാലം മുതലേ എനിക്ക് നിന്റെ അടുക്കലുള്ള മഹത്വം നീ എനിക്ക് സ്ഥാപിച്ചു തരണമേ എന്ന് യോഹന്നാൻ 17 പറഞ്ഞിരിക്കുന്നു. And now, O Father, glorify me together with yourself, with the glory which I had with you before the world was. ലോകം ഉണ്ടാകുന്നതിന് മുൻപേ നിന്റെ അടുക്കൽ എനിക്കുണ്ടാകുന്ന മഹത്വത്താൽ നീ എന്നെ മഹത്വീകരിക്കണമേ. മറ്റൊരു സ്ഥലത്ത് യേശു ക്രിസ്തു പ്രസംഗിക്കുമ്പോൾ അബ്രഹാം ജനിക്കുന്നതിന് മുൻപേ ഞാൻ ഉണ്ടായിരുന്നു. അബ്രഹാം നബിയെ നീ കണ്ടിട്ടുണ്ടോ? നിനക്ക് കൂടി 50 വയസ്സായിട്ടില്ല. അബ്രഹാം നബിയെ നീ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം ജനിക്കുന്നതിന് മുൻപേ ഞാൻ ഉണ്ടായിരുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ യഹൂദന്മാർ കല്ലെടുത്ത് എറിയാൻ ഭാവിച്ചു. അപ്പോൾ ആ വചനത്തിൽ നിന്ന് ബൈബിളിൽ യേശു ദൈവം എന്ന് ഉള്ളതിന് ഒരു റെഫറൻസ് ആണ് ഞാൻ കാണിച്ചത്. ഇതുപോലെ തന്നെ ജോൺ 9 കുരുടനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയപ്പോൾ നിങ്ങൾ ദൈവപുത്രനെ വിശ്വസിക്കുന്നു എന്ന് യേശു ഒരു മറുചോദ്യം പരാതിപ്പെട്ട യഹൂദന്മാർ എന്നിട്ട് ചോദിച്ചു. അപ്പോൾ അവൻ ആരാണ്? അവനെ കണ്ട് വിശ്വസിക്കാൻ അവൻ ആരാണ്? He answered and said, Who is he, Lord, that I may believe in him? And Jesus said to him, You have both seen him, and it is he who is talking with you. നിന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെയാണ് അവൻ എന്ന് ബൈബിൾ കൊടുത്തിരിക്കുന്നു. അതിനൊരു വിശദീകരണമാണ് ഞാൻ താങ്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. രണ്ട് തെളിവാണ് ഉദ്ധരിച്ചത്. ഒന്ന്, യേശുക്രിസ്തു ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ട്. ബൈബിളിനകത്ത് യേശുക്രിസ്തു പറയുന്ന ലോകസ്ഥാപനത്തിന് മുമ്പേ, അതായത് ലോകം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ യേശുക്രിസ്തുവിന് പിതാവ് ദൈവത്തിന്റെ അടുക്കൽ മഹത്വമുണ്ട് എന്ന് പറയുന്ന ഭാഗം, അതിനകത്ത് നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇത് പ്രകാരം ഇങ്ങനെ ഒരു വാക്യമുള്ളതിന്റെ പേരിൽ യേശുക്രിസ്തു ദൈവമാകുന്നില്ല. കാരണം എഫെസ്യ ലേഖനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, തന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. നമ്മളും അതിന് മുമ്പേ ഉണ്ട്. അത് ദൈവത്തിന്റെ മുൻനിർണയത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. വേറെ സ്ഥലത്ത് 2 തിമോത്തിയിൽ കാണാം, ദൈവം നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളിയാൽ വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവർത്തികൾ നിമിത്തമല്ല, അനാദികാലം മുതലേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകപ്പെട്ടതും നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിൽ, ഇവിടെ എഴുതിയിരിക്കുന്നു അനാദികാലം മുതലേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകപ്പെട്ടതും, അവിടെ നമ്മളും ഉണ്ട് എന്നാണുള്ളത്. യേശുക്രിസ്തുവിനെ കുറിച്ചിട്ട് യേശുക്രിസ്തുവിന് ലോകസ്ഥാപനത്തിന് മുമ്പ് ഉണ്ട് എന്ന് ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് യേശുക്രിസ്തു ഈ യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ പ്രാർത്ഥന, പിതാവേ, ഇവർ മുമ്പേ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു. ഇങ്ങനെ തുടങ്ങി ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് ഉള്ള അള്ളാഹുവിന്റെ മുൻനിർണയത്തെക്കുറിച്ച് പറയുന്ന കുറെ ഭാഗങ്ങൾ ബൈബിളിനകത്ത് കാണാം. ഇവിടെ ഒന്നും അസ്തിത്വത്തെക്കുറിച്ചിട്ടുള്ള ചർച്ചയെക്കുറിച്ചിട്ടല്ല ഉള്ളത്. രണ്ടാമത് സുഹൃത്ത് പറഞ്ഞത് അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട് എന്നുള്ള വിഷയം അല്ലെ. അതൊരു ഗഹനമായ ഒരു വിഷയമാണ്. കാരണം യേശുക്രിസ്തു യഹൂദന്മാരെന്ന് വെച്ചാൽ നിഷേധികളായിട്ടുള്ള യഹൂദന്മാരുടെ മുമ്പിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് യേശുക്രിസ്തു സംസാരിക്കുന്ന സമയത്ത് പല സാഹചര്യങ്ങളിലും യേശുക്രിസ്തുവിന്റെ വാക്കുകളെ നേരെ ചൊവ്വെ മനസ്സിലാക്കാൻ യഹൂദന്മാർക്ക് കഴിയാതിരുന്ന ധാരാളം സന്ദർഭങ്ങൾ ബൈബിളിൽ കാണാം. ചില സ്ഥലത്ത് യേശുക്രിസ്തുവിന്റെ പദപ്രയോഗങ്ങളും അങ്ങനെയായിരുന്നു എന്ന് കാണാം. ശമരിയ സ്ത്രീയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് യേശുക്രിസ്തു പറയുന്നു, വെള്ളത്തെക്കുറിച്ച് ചോദിക്കുന്നു. അവര് പറഞ്ഞു നീ ഒരു യഹൂദനാണ്, ഞാൻ ശമരിയ സ്ത്രീയാണ്, ഞാൻ എങ്ങനെ നിനക്ക് വെള്ളം തരും? അപ്പൊ യേശുക്രിസ്തു അവരോട് പറയുന്ന വാക്കുണ്ട്, നിന്നോട് ചോദിക്കുന്നത് ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് കുടിപ്പാൻ ചോദിക്കുകയും ഞാൻ നിനക്ക് ജീവനുള്ള വെള്ളം തരികയും ചെയ്യുമായിരുന്നു. യേശുക്രിസ്തു പറഞ്ഞ ഈ ആത്മീയ ഭാഷ അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അവർ ചോദിക്കുന്നുണ്ട്, ഇവിടെ അതിന് പാത്രമൊന്നുമില്ലല്ലോ, എവിടുന്ന് കോരുന്ന കാര്യമാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇതേപോലെ യേശുക്രിസ്തു മറ്റുള്ള ശിഷ്യന്മാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് യേശുക്രിസ്തു പറയുന്ന കേൾക്കാം, നിങ്ങളുടെ മാവിനെ പുളിച്ച മാവിന്റെ കൂടെ എന്ത് ചെയ്യരുത്, മിക്സ് ചെയ്യരുത്. എന്നാൽ അപ്പോഴും ശിഷ്യന്മാർ ചോദിച്ചു, ഇവിടെ അവന് പുളിച്ച മാവൊന്നും ഇരിപ്പില്ലല്ലോ. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, സദൂക്യരുടെ അവിശ്വാസവും നിങ്ങളുടെ വിശ്വാസവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കും. മറ്റൊരു സന്ദർഭത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാർ ഒരു അനുയായിയോട് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, എന്റെ പിതാവ് മരിച്ചു കിടക്കുകയാണ്, ഞാൻ പിതാവിനെ അടക്കി ശവസംസ്കാരം നടത്തിയിട്ട് വരാം. യേശുക്രിസ്തു അപ്പം തന്നെ അദ്ദേഹത്തിനോട് പറയുന്നു, മരിച്ചവരെ അടക്കട്ടെ, നീ എന്റെ പുറകെ വാ. ഇവിടെ മരിച്ചു കുഴി കിടക്കുന്ന ആരെങ്കിലും എഴുന്നേറ്റ് യേശുവിനെ മരിച്ച ആളിനെ അടക്കുമെന്നല്ല. ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ ധാരാളം പദപ്രയോഗങ്ങൾ ഇവിടെ നീളം ബൈബിളിൽ കാണാം. ഇതേപോലൊരു ഉദാഹരണമാണ് യേശുക്രിസ്തു യഹൂദരെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത്
യേശുക്രിസ്തു പറയുന്നു, എന്റെ വചനം വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. യേശുക്രിസ്തു പറഞ്ഞ ഉടനെ യഹൂദന്മാർ ചോദിച്ചു, അബ്രഹാമും മരിച്ചു, പിതാക്കന്മാരും മരിച്ചു, എന്നാൽ നിന്റെ വചനം വിശ്വസിക്കുന്നവർ മരിക്കയില്ല എന്ന് നീ പറയുന്നത് എന്താണ്? യേശുക്രിസ്തു ഇവിടെ പറഞ്ഞ മരണം ഏതാ? ആത്മീയ മരണം. അതായത് നിങ്ങൾക്ക് ഇവിടുന്ന് നിൽക്കുന്ന നിത്യജീവനിലേക്ക് കിടക്കും. യഹൂദന്മാർ മനസ്സിലാക്കുന്ന ഏതിനെ കുറിച്ചിട്ടാ? യഹൂദന്മാർ മനസ്സിലാക്കുന്നത് ശാരീരിക മരണത്തെക്കുറിച്ച്, യേശുക്രിസ്തു പറയുന്നത് ആത്മീയ മരണത്തെക്കുറിച്ച്. പിന്നെ അവർ യേശുക്രിസ്തുവിനോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ഭാഗം കാണാം. തിരിച്ച് അവർ ചോദിക്കുകയാണ്, അബ്രഹാമും മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, പിന്നെ നിങ്ങൾ വിശ്വസിക്കാൻ മരിക്കയില്ല എന്ന് പറയാൻ കാര്യം എന്താ? യേശുക്രിസ്തു അപ്പൊ ഇങ്ങനെ പറഞ്ഞ് യേശുക്രിസ്തുവിലുള്ള വചനത്തെക്കുറിച്ച്, വചനത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷം യേശുക്രിസ്തു പറഞ്ഞു, അബ്രഹാം എന്റെ ദിവസം വരുമെന്ന് കാണും, എന്റെ ദിവസം കാണുമെന്ന് പ്രതീക്ഷിച്ചു, അവൻ അത് കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു. അബ്രഹാം എന്ത് കണ്ടു? എന്റെ ദിവസം വരുമെന്ന് കാണുമെന്ന് പ്രതീക്ഷിച്ചു, അവൻ അത് കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു. അപ്പോഴും ഇവരുടെ ധാരണ അബ്രഹാമെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്? അബ്രഹാം എങ്ങനെ യേശുവിനെ കണ്ടിട്ടുണ്ടാവും? ഒന്നെങ്കിൽ യേശു അബ്രഹാമിന്റെ കാലത്തുണ്ടാവണം, ഇല്ല എങ്കിൽ യേശു ഇന്ന് ജീവിക്കുമ്പോൾ അബ്രഹാം അവിടെ ഉണ്ടാവണം. ഈ രണ്ട് സാധ്യതയും കാണാത്തതുകൊണ്ട് അവർ ചോദിച്ചു, നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ല, പിന്നെ നീ എങ്ങനെയാണ് അബ്രഹാമിനെ കാണുന്നത്? യേശുക്രിസ്തു പറഞ്ഞു, അബ്രഹാമിന് മുമ്പേ ഞാനുണ്ടെന്ന്. കാരണം എന്താ? അബ്രഹാം എങ്ങനെയാ യേശുവിനെ കുറിച്ചിട്ട് അറിഞ്ഞത്? ദൈവത്തിൽ നിന്നും അരുളപ്പാട്, വെളിപാട് കിട്ടി തനിക്ക് മിശിഹ വരുന്നതിനെ കുറിച്ചിട്ട്. ആ ദൗത്യത്തെ കുറിച്ചിട്ട് നേരത്തെ ദൈവത്തിന്റെ അടുക്കൽ എന്തുണ്ട്? യേശുവിനെ കുറിച്ചിട്ടുള്ള പ്ലാൻ ദൈവത്തിന് മുമ്പിലുണ്ട്. അത് ആർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്, അബ്രഹാം പിതാവിനെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അബ്രഹാം അതാണ് കണ്ടത്, അവനത് കണ്ട് സന്തോഷിക്കുകയും ചെയ്തു. ഇവിടെ യഹൂദൻ ഏത് അബ്രഹാമിനെയാണ് കാണുന്നത്? ഈ ലോകത്ത് ജീവിച്ച അബ്രഹാം എങ്ങനെ യേശുവിനെ കണ്ടു? ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തികച്ചും ബാലിശമായ അർത്ഥത്തിൽ, യേശുക്രിസ്തു സംസാരിക്കുന്നത് ആത്മീയ അർത്ഥത്തിൽ. ഏതുപോലെ നമുക്കിത് മനസ്സിലാക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. യോഹന്നാൻ സ്നാപകൻ 1-ാം അധ്യായത്തിൽ തന്നെ യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്, എനിക്ക് ശേഷം വരുന്നവൻ എനിക്ക് മുമ്പേ ഉള്ളവനാകിയാൽ എന്ന് പറയുന്നത്. അതായത് യേശുക്രിസ്തുവിനെ കാട്ടിലും ശേഷമാണ് യോഹന്നാൻ സ്നാപകന് ശേഷമാണ് യേശുക്രിസ്തു വന്നത്, പക്ഷെ അവൻ എനിക്ക് മുമ്പേ ഉള്ളവനാകിയാൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, യേശുക്രിസ്തു ദൈവമായതുകൊണ്ടാണ്? യോഹന്നാൻ സ്നാപകൻ പറയുന്നത് യേശുക്രിസ്തു ദൈവമായതുകൊണ്ടാണ്? അല്ല. നേരെ പറഞ്ഞ സ്നാപക യോഹന്നാൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്, എന്നെ ഇങ്ങോട്ട് അയച്ചവൻ എന്നോട് പറഞ്ഞു, സ്വർഗം തുറക്കുന്നതും പരിശുദ്ധാത്മാവ് ആരുടെ മേലിൽ ആവസിക്കുന്നതും നീ കാണുന്നുവോ അവൻ ദൈവപുത്രനെന്ന് നീ എന്ത് ചെയ്യുക? സാക്ഷ്യം വഹിക്കുക. യോഹന്നാൻ സ്നാപകനോട് അവിടെ പറയുന്നുണ്ട്, ഞാൻ അവനെ തിരിച്ചറിയാതെ പോകുമായിരുന്നു. യോഹന്നാൻ സ്നാപകന് യേശു ദൈവമാണെന്നല്ല, മുമ്പേ ഉണ്ട്, ദൈവമാണെന്ന അല്ല അദ്ദേഹത്തിന്റെ വിശ്വാസം. നേരെ ചിന്ത, അവൻ ഭൂമിയിൽ വന്നപ്പോൾ ഞാൻ അവനെ തിരിച്ചറിയാതെ പോകുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? എന്നെ അയച്ച ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ ജീവിതകാലത്ത് നീ ഇങ്ങനെ ഒരു കാഴ്ച കാണും, ആ ആളിനെ കുറിച്ചിട്ട് നീ എന്ത് ചെയ്യണം? സാക്ഷ്യം വഹിക്കണം. എന്ത് സാക്ഷ്യമാണ് വഹിച്ചത്? ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ. അപ്പം അവിടെ തന്നെ കാണാം, നമുക്ക് എളുപ്പത്തിൽ ഇനി മനസ്സിലാക്കാം. ഇതിനെ നമുക്കൊരു എങ്ങനെ ശിഷ്യന്മാർ മനസ്സിലാക്കി? ഞാൻ നേരത്തെ പറഞ്ഞു, എന്നോട് ശിഷ്യന്മാർ പറഞ്ഞു, സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരെ സ്നാപക യോഹന്നാൻ പ്രാർത്ഥന പഠിപ്പിച്ചു. യേശുവിന്റെ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പറഞ്ഞു, നീയും ഞങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണം. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതായത് സ്നാപക യോഹന്നാന്റെ വിശ്വാസം യേശു ദൈവമായിരുന്നു എന്നതായിരുന്നെങ്കിൽ സ്നാപക യോഹന്നാൻ എന്ത് ചെയ്യുമായിരുന്നു? ശിഷ്യന്മാരുടെ അടുത്ത് ആരോട് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു? യേശുവിനോട് പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല. ശിഷ്യന്മാർ വന്ന് പറയുന്ന യേശുക്രിസ്തു ഈ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോഴും ശിഷ്യന്മാർ എതിർക്കുന്നില്ല. അങ്ങനെ നീ പറയരുതേ, ആ യോഹന്നാൻ നിന്നോടാണല്ലോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, നീ മുമ്പേ ഉള്ളവനായതിനാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവിനോടാണെന്നാണല്ലോ യോഹന്നാന്റെ അനുയായികൾ പറയുന്നത്, പിന്നെ നീ എന്തിനാ പിതാവിന്റെ കാര്യം പറയുന്നത് എന്ന് ചോദിക്കുന്നില്ല. അവർക്കത് മനസ്സിലാവുന്നു. കുറച്ചുകൂടെ കഴിയുന്നു. യോഹന്നാൻ തടവിലായിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരെ വിട്ട് ചോദിക്കുന്നു, വരുവാനുള്ളത് നീ തന്നെയാണോ അതോ ഞങ്ങൾ ഇനി മറ്റൊരുത്തിനെ കാത്തിരിക്കണോ? യോഹന്നാൻ പ്രാർത്ഥിക്കാത്ത ആളല്ല, യോഹന്നാൻ ദൈവം ആരാണെന്ന് അറിയാത്ത ആളല്ല, അദ്ദേഹത്തെ ആരാണ് അയച്ചതെന്ന് അറിയാത്ത ആളല്ല. പക്ഷെ അദ്ദേഹത്തിന് എന്തറിയില്ല? ഇത് മിശിഹ തന്നെ, ഈ പറഞ്ഞ ഇത് അദ്ദേഹം തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചു. പ്രാർത്ഥിക്കേണ്ട വിഷയത്തിലോ ദൈവം ആരാണെന്ന വിഷയത്തിലോ അല്ല കൺഫ്യൂഷൻ. വന്നത് മിശിഹയാണോ? ഒരു സാക്ഷ്യം ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു സാക്ഷ്യം കൂടെ അതൊന്ന് ഉറപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല, അബ്രഹാമിന് മുമ്പേ ഉണ്ട്. ആരായിട്ടുണ്ട്? ദൈവമായിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? യേശുക്രിസ്തു തന്നെ പറയുന്നു. സദൂക്യർ വന്നിട്ട് യേശുക്രിസ്തുവിനോട് ചോദിച്ചു, ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമോ, പുനരുദ്ധാനം ഉണ്ടാകുമോ? യേശുക്രിസ്തു അവരോട് വിശദീകരിക്കുന്നിടത്ത് കാണാം. യേശുക്രിസ്തു പറയുന്നു,
അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്ന ഞാൻ എന്ന് അവൻ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനല്ല, അവൻ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. ഇവിടെയും യേശുക്രിസ്തു അടിവരയിടുന്നത് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം ഞങ്ങളാണെന്നല്ല, അവൻ. അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് കാണാം, ഞാൻ നേരത്തെ ഉദ്ധരിച്ചു, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്നെ അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. ഇവിടുന്നല്ല മനസ്സിലാക്കേണ്ടത്, അബ്രഹാമിന് മുമ്പ് തന്നെ, അതായത് അബ്രഹാം ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ദൈവത്തെക്കുറിച്ച്, യേശുവിനെ കുറിച്ചുള്ള പ്ലാൻ ദൈവത്തിന് മുമ്പിലുണ്ട്. അത് പ്രവാചകനായ അബ്രഹാമിനെ അറിയിച്ചു കൊടുത്തു. അബ്രഹാം അത് കണ്ട് സന്തോഷിച്ചു. ആ കാര്യമാണ് യേശുക്രിസ്തു പറഞ്ഞത്. സ്നാപക യോഹന്നാനും അത് തന്നെയാണ് പറഞ്ഞത്. ദൈവവിശ്വാസവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തേണ്ടതില്ല. അങ്ങനെ യോഹന്നാൻ സ്നാപകനോ അബ്രഹാമോ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, പുത്രനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അവരുടെ ഇടയിലെങ്ങും പുത്രനുണ്ടാകും, ദൈവത്തിനൊരു പുത്രനുണ്ടെന്നൊരു വാദവുമില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അതിന് യേശു മശിഹായാകുന്നു. പക്ഷെ എങ്ങനെയാണ് മശിഹ രക്ഷിക്കുന്നത് എന്നുള്ള കാര്യം ശിഷ്യന്മാർക്കോ ആർക്കോ അറിയില്ലായിരുന്നു. പ്രവാചക പുസ്തകങ്ങളിലും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. മോശ പറഞ്ഞതുപോലെ, മോശ മരുഭൂമിയിൽ നെഹുഷ്ഠാനെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും മരുഭൂമി ഉയർത്തേണ്ടതാകുമെന്ന് പ്രവാചക പുസ്തകങ്ങളിൽ നാം വായിക്കുന്നു. അത് ശിഷ്യന്മാരോട് യേശു പറയുകയുണ്ടായി. അത് ചെയ്യുമ്പോഴാണ് രക്ഷന്റെ പ്രവൃത്തി കംപ്ലീറ്റ് ആകുന്നത്. അതുവരെ പഴയ നിയമത്തിലോ പ്രവാചക പുസ്തകങ്ങൾക്കോ മാറ്റമില്ല. അപ്പോൾ പ്രവാചക കാലം അവസാനിച്ചിട്ടില്ല, യേശു ക്രൂശിക്കുന്നത് വരെ. അതുകൊണ്ടാണ് ആ സാഹചര്യത്തിൽ യേശു നിങ്ങൾ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്. ക്രൂശിച്ച് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുന്നില്ല, ദൈവത്തിന്റെ ദാസന്മാരായിട്ട് പ്രവാചകന്മാരും പലപ്പോഴും പഴയ നിയമ